വക്കം മൗലവിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്നത് വക്കം മൗലവിയാണ്. കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്നത് വക്കം മൗലവിയാണ്. അടുത്തത് 1905 സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രം 1905 ആരംഭിച്ചത് വക്കം മൗലവി. മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത് വക്കം മൗലവിയാണ്. മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത് വക്കം മൗലവി. ഓൾ ട്രാവങ്കൂർ മുസ്ലിം മഹാസഭ സ്ഥാപിച്ചത് വക്കം മൗലവി. ഓൾ ട്രാവങ്കൂർ മുസ്ലിം മഹാസഭ സ്ഥാപിച്ചതും വക്കം മൗലവിയാണ്. 1918 അൽ ഇസ്ലാം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് വക്കം മൗലവി. 1918 അൽ ഇസ്ലാം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് വക്കം മൗലവി. 1906 മുസ്ലിം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതും വക്കം മൗലവിയാണ്. 1906 മുസ്ലിം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് വക്കം മൗലവി. ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജത്തിൻ്റെ സ്ഥാപകൻ. ചിറയൻകീഴ് താലൂക്കിലെ മുസ്ലിം സമാജത്തിൻ്റെ സ്ഥാപകൻ വക്കം മൗലവി. 1931 ദീപിക എന്ന അറബി മലയാളം പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം വക്കം മൗലവിയാണ്. 1931 ദീപിക എന്ന അറബി മലയാളം പ്രസിദ്ധീകരണം ആരംഭിച്ചത് വക്കം മൗലവിയാണ്. എൻ്റെ പത്രാധിപരല്ലാതെ എനിക്കെന്തിന് പത്രം എന്ന് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയെ നാടുകടത്തി പത്രം സർക്കാർ കണ്ടുകെട്ടിയപ്പോൾ പ്രതികരിച്ച പത്ര ഉടമ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം വക്കം മൗലവി. ഇസ്ലാം ധർമ്മപരിപാലന സംഘം സ്ഥാപിച്ചതാര്? ഇസ്ലാം ധർമ്മപരിപാലന സംഘം സ്ഥാപിച്ചത് വക്കം മൗലവി.